മാധ്യമങ്ങളിലും വാർത്തകൾ കണ്ടു. ഇത്രത്തോളം ഒരു രാഷ്ട്രീയവൽക്കരിക്കാൻ എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. വലിയ രാവിലെ മുതൽ വലിയ ഇത്രത്തോളം രാഷ്ട്രീയവൽക്കരിക്കേണ്ട ഒരു കാര്യമല്ല. അതായത് അത് കോർപ്പറേഷന്റെ ബിൽഡിംഗ് ആണ്. അപ്പോൾ അവിടെ ഇപ്പോൾ നേരത്തെ മധുചേട്ടനായിരുന്നു, ഒരു വനിതയാണ് കൗൺസിലറായിട്ട് വന്നത്. നമുക്കറിയാം അവിടെ സ്ഥലപരിമിതിയുണ്ട്. അപ്പോൾ ശ്രീലേഖ ചേച്ചിയും വി കെ പ്രശാന്ത് MLA യും തമ്മിൽ വർഷങ്ങളായി വളരെ വ്യക്തിപരമായ അടുപ്പമുണ്ട്, സൗഹൃദമുണ്ട്. അവർ തമ്മിൽ പല കാര്യങ്ങളിലും ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയ്ക്കും അദ്ദേഹം അന്ന് മേയറായിരുന്നു, അതിനുശേഷം MLA സമയത്തൊക്കെ തന്നെ പല കാര്യങ്ങളിലും ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൗഹൃദ വച്ചിട്ട് എന്റെ ഓഫീസ് കുറച്ച് സ്പേസ് കുറവാണ്, താങ്കൾ എപ്പോഴെങ്കിലും ഒന്ന് മാറുന്ന ഒരു സാഹചര്യം ആലോചിച്ചിട്ട് സമയമെടുത്ത് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടോന്ന് ഇന്ന് ഫോണിൽ ചോദിച്ചു, ഫോൺ കോളിൽ. അത്രമാത്രമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അതിന് ഇത്രത്തോളം രാഷ്ട്രീയവൽക്കരിച്ച് ഒരു ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് അഭിപ്രായം. അത്രേ അതിൽ സംഭവിച്ചിട്ടുള്ളൂ. അല്ല, ഞാൻ പറയുന്നത് ഈ എന്റെ റൂമിൽ സ്പേസ് കുറച്ച് കുറവാണ്. പൊതുജനങ്ങളൊക്കെ ഇപ്പൊ മധുചേട്ടൻ ഒരു പുരുഷൻ ഒരു ഓഫീസ് കൈകാര്യം ചെയ്യുന്നത് പോലെ അല്ല ഒരു വനിത. കുറച്ചു അല്ല ആ റൂമിലല്ല. ബിന്ദു എന്ന കൗൺസിലർ ഇപ്പൊ MLA ഇരിക്കുന്ന റൂമിലാണ് ഇരുന്നത്. ബിന്ദു കൗൺസിലറാണ് MLAക്ക് ഈ റൂം ഒഴിഞ്ഞു കൊടുത്തത്. ഞാൻ ആ ഭാഗത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. താങ്കൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് പരാമർശിച്ചത്. അത് നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഒരു വനിത ഒരു കൗൺസിലറായിട്ട് വരുമ്പോൾ അവരെ കാണാനായിട്ട് വ്യക്തിപരമായിട്ട് വരുന്നവർ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ ബാത്റൂമിന്റെ സൈഡിലൊക്കെയാണ് ഫയലും ടേബിളും ഒക്കെ വെച്ചിരിക്കുന്നത് ആ കൗൺസിലറുടെ ഓഫീസിൽ. മധുചേട്ടൻ പുരുഷനായതുകൊണ്ടും അദ്ദേഹത്തിന് അത്യാവശ്യം പ്രാഥമിക കൃത്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ അവിടെ തന്നെ പോകാനുള്ള വീടൊക്കെ അടുത്തുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം ആ ഓഫീസ് ഉപയോഗിച്ച് പോയത്. ഇവർ വന്നപ്പോൾ അവർ തമ്മിലുള്ള വ്യക്തിബന്ധം വെച്ചുകൊണ്ട് ചോദിച്ചു, സമയമെടുത്ത് ആലോചിച്ചിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശ്രീലേഖ ചേച്ചി എന്നെ വിളിച്ചിരുന്നു ഇത് കഴിഞ്ഞിട്ട്, വാർത്തകളൊക്കെ വന്നതിന് ശേഷം ഞാൻ സംസാരിച്ചിരുന്നു. പിന്നെ അല്ല, അങ്ങനെയല്ല സനക, അത് ഇപ്പോ എല്ലാ കാര്യങ്ങളും അങ്ങനെ വേണമെന്നില്ലല്ലോ. അതായത് അവർക്ക് തമ്മിൽ നല്ല അടുപ്പമുണ്ട്. അടുപ്പം ഉള്ളപ്പോഴേക്കും എനിക്ക് അവിടെ കുറച്ച് സ്ഥലപരിമിതിയുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടോ? ഒരുപക്ഷെ പീരീഡ് അസംബ്ലിയുടെ കഴിയല്ലേ, അതൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും ചോദിച്ചത്. അതിന് അല്ല അത് ഇപ്പൊ ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും വ്യക്തിപരമായിട്ടുള്ള അടുപ്പം വെച്ചിട്ട് ഒരു കാര്യം ഇങ്ങനെ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു വിവാദമാക്കും, അതിനെ ഒരു ആ തരത്തിലേക്ക് കൊണ്ടുപോകണോ വേണ്ടോ എന്ന് ആലോചിക്കുന്നത് നിങ്ങളാണ്. അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു. വ്യക്തിപരമായ സൗഹൃദം വെച്ചിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതിനെന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഒരു പരിചയമില്ലാത്തവർ വിളിച്ചിട്ട് ഇന്നും മാറണം എന്നല്ലല്ലോ പറഞ്ഞത്. വർഷങ്ങളായി പരിചയമുണ്ട്, പല കാര്യത്തിലും പോലീസ് ഓഫീസറും ജനപ്രതിനിധികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച ഒരു ബന്ധം വെച്ചിട്ടാണ്, ആ സ്വാതന്ത്ര്യം വെച്ചിട്ടാണ് ചോദിക്കുന്നത്. ഇല്ല, അല്ലല്ല അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ചോദിക്കുന്ന ആൾ അല്ല. ഞാൻ പറയാമല്ലോ, ഇത് അങ്ങനെ അത്തരത്തിലോട്ടുള്ള വ്യാഖ്യാനത്തിലൊന്നും പോകണം എനിക്ക് തോന്നുന്നില്ല. എന്നോട് പറഞ്ഞത് അങ്ങനെ പറയുമോ?